ഇറ്റ്സ് ലൈറ്റ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലിട്ട ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ടൈപ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി ടാസ്കിംഗ് ഓർ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ്. ഇതിൽ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിസ്റ്റം ഒരു സമയത്ത് ഒരു ടാസ്ക് മാത്രമല്ല പെർഫോം ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ചില സമയങ്ങളിൽ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരേ രീതിയിലുള്ള ജോബുകൾ ഒരു ബാച്ച് ആക്കുന്നു. അങ്ങനെ സിമിലർ ആയിട്ടുള്ള ജോബുകളെ കമ്പൈൻ ചെയ്ത് ഒരു ബാച്ച് ആക്കി അങ്ങനെയുള്ള ജോബ്സിനെ റൺ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അത് എപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ബാച്ച് പ്രോഗ്രാംസിനെ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി ടാസ്കിംഗ് മീൻസ് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു CPU-വിനെ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പം ഒരു 5 യൂസർ ഒരു CPU യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 പേരുടെയും ചെയ്യാനുള്ള പ്രോസസ്സ് ഈ OS പെർഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. നെക്സ്റ്റ് വൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്യാനുള്ള ഡേറ്റ കൊടുത്തു, ആ സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അതായത് ഭയങ്കര ഫാസ്റ്റർ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല പല ലൊക്കേഷനുകളിൽ സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റംസിൽ പ്രോസസ്സേഴ്സിനെ ഷെയർ ചെയ്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സിസ്റ്റംസിലെ ഡേറ്റകൾ ഷെയർ ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് മൊബൈൽസിന് വേണ്ടിയിട്ടും നമ്മുടെ ടാബ്ലറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനിയും ഒരു നെറ്റ്വർക്ക് സെർവറിൽ റൺ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ പേര് ഓർത്തിരിക്കുക, പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണിതെന്നൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പം എക്സാമിനൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ടൈപ്പാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി ടാസ്കിംഗ്. ഇതിൽ റിയൽ ടൈം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ആ ടൈമിന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മിലിറ്ററി സിസ്റ്റംസിൽ അതുപോലെ സ്പേസിന്റെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതായത് കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ പാർട്സ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പാർട്സ് ആണ് ഇവിടെ ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഹാർഡ്വെയറിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഇവിടെ യൂസർ ഉണ്ട്. യൂസർ ഏത് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ്. യൂസറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ഇല്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസറിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ഹെൽപ്പ് വേണം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് GUI എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണം. GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ് GUIയുടെ ഫുൾ ഫോം. ഗ്രാഫിക്കൽ
യൂസർ ഇൻ്റർഫേസ്. അതായത് ഇപ്പം നമ്മൾ വിൻഡോസ് ആവട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യണോ, അപ്പോൾ നമുക്ക് ഇപ്പം ഒരു ഫയൽ ക്ലോസ് ചെയ്യണം, നമുക്കവിടെ ഇൻറ്റു മാർക്ക് വിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തറിയാം, ഇത് ക്ലോസ് ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ അങ്ങനെ എന്താണ് സിമ്പിൾസിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് ആ സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഒരു യൂസറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂസർ, ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ. ഹാർഡ്വെയറിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് റൺ ചെയ്യത്തുള്ളൂ. യൂസറിന് എന്താണ് ആവശ്യം? ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് യൂസറിൻ്റെയും. പിന്നെ GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് രണ്ട് മെയിനായിട്ടുള്ള ടേംസ് ആണ്, കേണലും ഷെല്ലും. അതായത് ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ കോർ പോയിന്റ് ആണ് കേണൽ എന്നറിയപ്പെടുന്നത്. ഇനിയും അതിന്റെ ഔട്ടർ ലെയർ ആണ് ഷെൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ യൂസർ ഉണ്ട്, യൂസർ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ്? ഷെല്ലുമായിട്ടാണ്. അപ്പോൾ കേണൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ ആണ് കേണൽ എന്നറിയപ്പെടുന്നത്. കേണലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും കൺട്രോൾ ചെയ്യുന്നത് കേണലാണ്. അപ്പോൾ കേണലിന്റെ ഫംഗ്ഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാസ്കുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേണലിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഡാഷ് ഈസ് ദ കോർ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കേണലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ എന്നറിയപ്പെടുന്നത്. ഇനിയും ഷെൽ എന്ന് പറയുന്നത് ഷെൽ ഈസ് ആൻ ഇന്റർഫേസ് ദാറ്റ് അലോ യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കേണൽ. അതായത് കേണൽ കോർ ആണെന്ന് പറഞ്ഞു, അപ്പോൾ യൂസറിന് കേണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു മീഡിയേറ്റർ വേണം. അപ്പോൾ യൂസറും കേണലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഷെല്ലാണ്. അപ്പോൾ കേണൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോറും ഷെൽ എന്ന് പറയുന്നത് യൂസറിന് കേണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസുമാണ്. കേണലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേണലിന്റെ ഫംഗ്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ഫങ്ഷൻസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിനായിട്ട് 4 ഫംഗ്ഷനുകളാണുള്ളത്: മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മേജർ ഫങ്ഷൻസ് മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. ഇതിൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നതും റീ അലോക്കേറ്റ് ചെയ്യുന്നതുമെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അതായത് ഏത് ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡേറ്റയ്ക്ക് എത്രമാത്രം സ്പേസ് അലോട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തതെന്ന് പറയുന്നത് പ്രോസസർ മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു പ്രോസസർ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU എന്താണെന്ന് അറിയപ്പെടുന്നു? കമ്പ്യൂട്ടറിന്റെ ഹാർട്ട് എന്നും ബ്രെയിൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് CPU ആണ്. ഇനിയും ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിൽ, അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഏത് പ്രോസസ്സിനാണ് CPU ആദ്യമായിട്ട് അലോട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര സമയത്തേക്കാണ്, നെക്സ്റ്റ് ആയിട്ട് ഏത് പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിനെ മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെന്റ്. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള
എല്ലാ ഡിവൈസുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഫയൽ മാനേജ്മെന്റ്, സിസ്റ്റത്തിൽ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക തുടങ്ങി ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് ഇതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനായുള്ളത്. ജസ്റ്റ് ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ മേജർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. പ്രധാനപ്പെട്ട കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതില് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഡോസ് എന്ന് പറയുന്നത്. ഡോസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡോസ് എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമുക്ക് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡോസ് കമാൻഡ്സ് മൊത്തം നമ്മൾ പഠിക്കണം. അതായത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ, ഒരു ഫയൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ ഒക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എന്താണ്? GUI ആണ്. GUI എന്തായിരുന്നു? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതായത് ചെറിയ ചെറിയ ഐക്കൺസ് വെച്ച് ആണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐക്കൺസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതായിട്ട് പറയുന്നത് വിൻഡോസ്. ഡോസ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഡോസ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് എന്ന് പറയുന്നത്. വിൻഡോസിന്റെ പല പല വേർഷൻസ് ഉണ്ട്. വിൻഡോസ് 98, NT XP, വിസ്റ്റ 7 ഇതൊക്കെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ വേർഷൻസ് ആണ്. അടുത്തതായിട്ട് നമുക്കറിയാം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക് അല്ലെങ്കിൽ മാക്കിൻടോഷ് എന്ന് പറയുന്നത്. അപ്പം മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് കമ്പനിയുടെയാണ്? ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്. അടുത്തത് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ ഏത് ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ലിനസ് ടോർവാൾസ് ആണ്. ലിനസ് ടോർവാൾസ് ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇനിയും അടുത്തത് യുണിക്സ്. യുണിക്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് യുണിക്സ്. മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സും യുണിക്സും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളുടെ മൊബൈലുകളിലും ടാബ്ലറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്തത് സൊളാരിസ്. സൺ മൈക്രോസോഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സൊളാരിസ് അല്ലെങ്കിൽ സൺ സൊളാരിസ്. എന്താണ് സൺ മൈക്രോസോഫ്റ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത? ജാവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോസോഫ്റ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ജാവ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സൺ മൈക്രോസോഫ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പേര് കൂടിയുണ്ട്, റിച്ചാർഡ് സ്റ്റാൾമാൻ. അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. അതുപോലെ തന്നെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ലിനസ് ടോർവാൾസ് ആണ്. പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന് എക്സാമ്പിൾ ആണ് ഡോസ്, വിൻഡോസിന്റെ വേർഷൻസ് എല്ലാം തന്നെ, പിന്നെ മാക്, ലിനക്സ്, യുണിക്സ്, ആൻഡ്രോയിഡ്, സൊളാരിസ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ ചില വേർഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിന്റെ പ്രധാനപ്പെട്ട വേർഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. കപ്പ് കേക്ക്, ഡോണറ്റ്, എക്ലെയർ, ഫ്രോയോ 20, ജിഞ്ചർ ബ്രെഡ്, ഹണികോം, ഐസ്ക്രീം, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ്,
മാഷ്മെല്ലോ, നൗഗട്ട്, ഒറിയോ, പൈ, ആൻഡ്രോയിഡ് 10. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ അല്ലെങ്കിൽ ഇതിലേതാണ് അതിൽ പെടാത്തത്, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഏറിയയിലും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് ആണ് കപ്പ് കേക്ക്. ഇതൊക്കെ നമുക്ക് കഴിക്കുന്ന സാധനങ്ങളായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇതെല്ലാം ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് ആണ്. കപ്പ് കേക്ക്, ഡോണറ്റ്, എക്ലെയർ, ഫ്രോയോ 2020, ജിഞ്ചർ ബ്രെഡ്, ഹണികോം, ഐസ്ക്രീം, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, മാഷ്മെല്ലോ, നൗഗട്ട്, ഓറിയോ, പൈ, ആൻഡ്രോയിഡ് 10, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11. ഇതൊക്കെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ വേർഷൻസ് ആണ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ പ്രധാനപ്പെട്ട വേർഷൻസിൻ്റെ പേരുകളൊന്ന് നോക്കാം. വിൻഡോസ് 98, വിൻഡോസ് NT, വിൻഡോസ് 2000, വിൻഡോസ് മിലേനിയം, വിൻഡോസ് വിസ്ലർ, വിൻഡോസ് XP, വിൻഡോസ് ME, വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 8.1, വിൻഡോസ് 10, വിൻഡോസ് 11, വിൻഡോസ് 12. അപ്പോൾ വിൻഡോസിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 10 20H2 എന്ന് പറയുന്ന ഒരു അപ്ഡേഷനാണ്. ഇതാണ് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്ത് പോകുന്നത്. ഇനി ഉടനെ റിലീസാകാൻ പോകുന്ന വിൻഡോസിൻ്റെ വെർഷനാണ് വിൻഡോസ് 13 എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസിൻ്റെ പ്രധാനപ്പെട്ട വേർഷൻസ് ആണ് വിൻഡോസ് 98, വിൻഡോസ് NT, വിൻഡോസ് 2000, മില്ലേനിയം, വിസ്ലർ, XP, ME, വിസ്റ്റ, വിൻഡോസ് 7, 8, 8.1, 10, 11, 12. ലേറ്റസ്റ്റ് വിൻഡോസ് 10 20H2 എന്ന് പറയുന്ന അപ്ഡേഷനാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തായി റിലീസ് ചെയ്യാൻ പോകുന്ന വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 13 എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. പുതിയൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.